തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വാഗ്ദാനങ്ങൾ നൽകും, ഒന്നും കൂട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫലം വരാൻ പോലും കാത്തിരിക്കില്ല. അതിനു മുമ്പ് പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, ഗ്യാസിൻ്റെ, അതുപോലെ മറ്റ് ഉപഭോഗത്തിൻ്റെ ഒക്കെ വില കൂട്ടുക, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ഇപ്പോൾ വനിതാ ബില്ലിനെ കുറിച്ച് പറഞ്ഞു. വനിതാ ബില്ല് 2036 പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു ബില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വാചകം. സ്ത്രീകളോട് മാപ്പ്, ഞങ്ങൾ കോൺഗ്രസ് ചതിച്ചു, പ്രതിപക്ഷം ചതിച്ചു എന്നൊക്കെ പറയുന്നത് മഹാ തട്ടിപ്പ് മാത്രമാണ്. $160 ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ $160 ആണ് ഇതിൻ്റെ വില എന്ന് കണക്കാക്കി വിലയിടാൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അതിപ്പോൾ തൽക്കാലം ഇലക്ഷൻ കാരണം കുറച്ച് പിടിച്ചു നിർത്തുകയും ഇതുവരെ നഷ്ടപ്പെട്ടത് മുഴുവൻ ഒറ്റയടിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടുകയും ചെയ്തു. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടിയാൽ പെട്ടെന്ന് നമുക്ക് വീട്ടുകാർ വിചാരിക്കുക എൻ്റെ വീട്ടിൽ വരുന്ന സിലിണ്ടറിന് വില കൂടില്ലല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ചിലവുകളും കൂടാൻ പോകും. സാധന വില കൂടും, ഹോട്ടലിലെ ചാർജുകളെല്ലാം കൂടും, ഏത് തരത്തിലുള്ള കുക്കിങ്ങും. നമ്മളിപ്പോൾ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ബേക്കറിയിൽ ആരെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടാവുന്നതല്ലേ. അപ്പോൾ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, പല പ്രോസസ്സിങ് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വെൽഡിങ്, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാത്തിനും ചാർജ് കൂടും. എല്ലാത്തിനും ഒരു മടങ്ങല്ല. ഇത് 10% കൂടിയാൽ അവിടെ 50% കൂടും. അതിൻ്റെ പുറത്ത് പിന്നെ 50% കൂടും. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ളൊരു വിലക്കയറ്റം ഇപ്പം തന്നെയുണ്ട്. അത് വലിയ തോതിൽ വരാൻ പോകും. ഇറാൻ ഹോർമൂസിൽ കടത്തിവിടുന്നോ വിടില്ലയോ നമുക്കറിയില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഗ്യാസിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു വിവരവും ജനങ്ങളെ അറിയിക്കില്ല, പാർലമെൻറ്റിൽ പോലും അറിയിക്കില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ ബോംബ് പൊട്ടാൻ പോകുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടാൻ പോകുന്നു എന്ന് അദ്ദേഹം വളരെ മുമ്പേ ഇത് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ അതൊക്കെ കൂട്ടും. ഈ 4 സംസ്ഥാനത്തെ ഇലക്ഷൻ തൽക്കാലം ജയിക്കുക, അത് കഴിഞ്ഞാൽ ജനങ്ങളുടെ മേലെ എല്ലാ ഭാരവും വയ്ക്കുക. ഇലക്ഷൻ ഗിമ്മിക്സുകളാണ്. ഇലക്ഷൻ ഗിമ്മിക്സ് കാട്ടി ഈ പറഞ്ഞതുപോലെ വൻകിട കോർപ്പറേറ്റുകളുടെ ലാഭം ഉറപ്പാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് വലിയ ഭാരമാവുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവരൊരു ന്യായവും പറയില്ല. അതാണല്ലോ BJP ഏറ്റവും വലിയ ഗുണം. ലോജിക്കലായി ഒരു ചോദ്യത്തിന് മറുപടി പറയില്ല. നമ്മൾ ചോദ്യം ചോദിച്ചാൽ അതിന് ഇല്ലോജിക്കലായിട്ടുള്ള മറുപടി പറയും. ഒരു പക്ഷേ നിങ്ങൾ പാകിസ്ഥാൻ ഏജൻ്റാണെന്നോ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഏജൻ്റാണെന്നോ, നിങ്ങൾ തീവ്രവാദിയാണെന്നോ എന്നാണ് അതിനുള്ള മറുപടി. ചോദ്യത്തിനുള്ള മറുപടിയില്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇലക്ഷൻ ടെക്നിക്കാണ്. സാധാരണ വർത്തമാനത്തിൽ അവർ പറയും ഞങ്ങൾ അങ്ങനെയാണ്, ഇലക്ഷൻ ഞങ്ങൾ തട്ടിപ്പ് നടത്തും, ജനങ്ങൾ സഹിക്കും എന്ന് പറയും. കാരണം അവർക്ക് ജയിക്കാൻ ഈ വിലയല്ല, അവർക്ക് വർഗീയതയും മറ്റ് വഴി വേണം അവർ ജയിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് കൊടുത്തുന്നോ അല്ലെങ്കിൽ പെട്രോൾ കൊടുത്തു എന്നുള്ളതല്ല. BJP എന്നതൊരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായി മാറിയിട്ടുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വനിതകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വാണിജ്യ ഗ്യാസിന്റെ വില കൂട്ടുന്നു. ഇനിയിപ്പോൾ ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസിന്റെ സിലിണ്ടറിന്റെ വില കൂടാൻ പോകുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും അല്ലെങ്കിൽ എന്തും ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാലും പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയായി BJP മാറിയില്ലേ? കഴിഞ്ഞ 12 കൊല്ലമായി കേന്ദ്ര ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നേരത്തെ സൗവർണിക പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വാഗ്ദാനങ്ങൾ നൽകും, ഒന്നും കൂട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫലം വരാൻ പോലും കാത്തിരിക്കില്ല. അതിനു മുമ്പ് പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, ഗ്യാസിൻ്റെ, അതുപോലെ മറ്റ് ഉപഭോഗത്തിൻ്റെ ഒക്കെ വില കൂട്ടുക, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ഇപ്പോൾ വനിതാ ബില്ലിനെ കുറിച്ച് പറഞ്ഞു. വനിതാ ബില്ല് 2036 പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു ബില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വാചകം. സ്ത്രീകളോട് മാപ്പ്, ഞങ്ങൾ കോൺഗ്രസ് ചതിച്ചു, പ്രതിപക്ഷം ചതിച്ചു എന്നൊക്കെ പറയുന്നത് മഹാ തട്ടിപ്പ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് നേരത്തെ പറഞ്ഞ വാണിജ്യ സിലിണ്ടറിൻ്റെ വില. വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1000 രൂപയാണ് കൂട്ടിയത്. 2000 നിന്ന് 3000 രൂപയാവുകയാണ് പ്രാക്ടിക്കൽ. എന്ന് പറഞ്ഞാൽ 50% വില വർധനവാണ് ഒരു സിലിണ്ടർ നമ്മൾ പറയുന്നത്. അത് യുദ്ധം കൊണ്ടാണ്. യുദ്ധം ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, യുദ്ധം കുറേ കാലമായി തുടങ്ങിയിട്ട്. പെട്രോളിയം വിലയിൽ, ക്രൂഡിൻ്റെ വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. വർധനവും കുറവുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില വർദ്ധിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇലക്ഷൻ കഴിയുന്നവരെ കാത്തു നിൽക്കുകയും ക്രൂഡിൻ്റെ വില വർദ്ധിച്ചു എന്ന ന്യായം പറഞ്ഞ് ഇപ്പോൾ ഗ്യാസിൻ്റെ വില കൂട്ടുന്നു. ഇവിടെ ഗ്യാസിന് യാതൊരു ക്ഷാമവുമില്ല, കള്ളത്തരമാണ്, തട്ടിപ്പാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വല്ല സ്റ്റോറേജ് ഉണ്ട് എന്ന് പറയുകയും ഗ്യാസിൻ്റെ വില കൂട്ടുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ഗാർഹിക സിലിണ്ടറുകളുടെ 50 രൂപയോളം കൂട്ടാൻ പോകണമെന്നാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം. പെട്രോൾ ഡീസലും 5 രൂപയോ അതിനടുത്തോ ലിറ്ററിന് കൂട്ടാൻ പോവുകയാണ്. അതിന് ന്യായമായിട്ട് ഇറങ്ങും. ന്യായം എന്താ? ബാരലിന് 86 രൂപ വെള്ളപ്പോൾ വെച്ചതാണ്. 2022 ഞങ്ങൾ വില നിശ്ചയിച്ചതാണ്. 26 വരെ വില കൂട്ടിയിട്ടില്ല.
ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വില കൂടിയപ്പോൾ ഞങ്ങൾ ആദ്യം ടാക്സ് കുറച്ചു. അങ്ങനെ ടാക്സ് കുറച്ചിട്ടാണല്ലോ തൽക്കാലം വില പിടിച്ചു നിർത്തിയത്. ഈ ന്യായങ്ങളൊക്കെ വരും. കാരണം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, കെ സുരേന്ദ്രനൊക്കെ വി മുരളീധരനൊക്കെ ഇവിടെ വന്നിട്ട് പെട്രോളിൻ്റെ വില കുറച്ച് കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂടുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് 50 രൂപ പെട്രോളിന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ആളുകളാണിവർ. അന്നത്തേൽ നിന്ന് ഇന്ന് ക്രൂഡിൻ്റെ വില ഇത്രയൊന്നും കൂടിയിട്ടില്ല, അത്രയും കൂടിയിട്ടില്ല. ക്രൂഡിൻ്റെ വില ഇപ്പോൾ 2014 എനിക്ക് ഓർമ്മയുള്ളത് $100 കൂടുതൽ ക്രൂഡ് വിലയുള്ള സമയത്താണ് അന്ന് ഇവർ പറഞ്ഞത് 50. ഇപ്പം 140 അത് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെന്നും കണക്കാക്കാം. ഇനി ഇത് കുറഞ്ഞ് അവർ കുറയ്ക്കില്ല. അപ്പോൾ ഈ 2000 എന്നുള്ളത് 3000 ആക്കി തന്നെയാണ്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടിയത് തന്നെയാണ്. പെട്രോളിൻ്റെ വില കൂട്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, പെട്രോൾ ഡീസൽ മേഖലകളിൽ സ്വകാര്യ കോർപ്പറേറ്റുകൾ കാര്യമായി കടന്നു കയറിയിട്ടുണ്ട്. അവരിപ്പോൾ അംബാനി അതുപോലെയുള്ള നിയാര പോലെയുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം ഉണ്ടാവാൻ മോഡിക്ക് സഹിക്കില്ല. അവരുടെ ലാഭം എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവരിവിടെ ഖനനം ചെയ്യുന്ന, അങ്ങനെയാണ് മുമ്പ് ചെയ്തത്, ഖനനം ചെയ്യുന്ന എണ്ണയ്ക്കും വിദേശ എണ്ണയുടെ അതേ വില കണക്കാക്കി പെട്രോളിന് വിലയിടാൻ അവരെ അനുവദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബാരലിന് 80 രൂപയ്ക്കോ 60 രൂപയ്ക്കോ പെട്രോൾ കിട്ടുമെങ്കിൽ, ക്രൂഡ് കിട്ടുമെങ്കിൽ, 160 രൂപയ്ക്കാണ് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ, $160 ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ, $160 ആണ് ഇതിൻ്റെ വില എന്ന് കണക്കാക്കി വിലയിടാൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അതിപ്പോൾ തൽക്കാലം ഇലക്ഷൻ കാരണം കുറച്ച് പിടിച്ചു നിർത്തുകയും ഇതുവരെ നഷ്ടപ്പെട്ടത് മുഴുവൻ ഒറ്റയടിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടുകയും ചെയ്തു. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടിയാൽ പെട്ടെന്ന് നമുക്ക് വീട്ടുകാർ വിചാരിക്കുക എൻ്റെ വീട്ടിൽ വരുന്ന സിലിണ്ടറിന് വില കൂടില്ലല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ചിലവുകളും കൂടാൻ പോകും. സാധന വില കൂടും, ഹോട്ടലിലെ ചാർജുകളെല്ലാം കൂടും, ഏത് തരത്തിലുള്ള കുക്കിങ്ങും. നമ്മളിപ്പോൾ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ബേക്കറിയിൽ ആരെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടാവുന്നതല്ലേ. ഇപ്പോൾ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, പല പ്രോസസ്സിങ് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വെൽഡിങ് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാത്തിനും ചാർജ് കൂടും. എല്ലാത്തിനും ഒരു മടങ്ങല്ല. ഇത് 10% കൂടിയാൽ അവിടെ 50% കൂടും. അതിൻ്റെ പുറത്ത് പിന്നെ 50% കൂടും. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ളൊരു വിലക്കയറ്റം ഇപ്പം തന്നെയുണ്ട്. അത് വലിയ തോതിൽ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്തിന് ഈ വിലക്കയറ്റം താങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് നമ്മൾ. അതുകൊണ്ട് വേറെ ഇന്ത്യയിൽ എവിടെ വിലക്കയറ്റുണ്ടായാലും അതിൻ്റെ ഫലം കേരളത്തിലേക്ക് എത്തും. ഇനിയിപ്പോൾ വാണിജ്യ സിലിണ്ടർ കഴിഞ്ഞ് ഗാർഹിക സിലിണ്ടർ വില കൂട്ടിയാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ ഗ്യാസ് ഒരു അനിശ്ചിതത്വത്തിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കിട്ടില്ല എന്നൊരു കാര്യം വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഗ്യാസ് ഇഷ്ടം പോലെ കിട്ടും എന്നൊക്കെ നമ്മൾ വീമ്പടിച്ചിരുന്നു. അപ്പം അത് കിട്ടില്ല. ഇറാൻ ഹോർമൂസിലൂടെ കടത്തിവിടുന്നോ വിടില്ലയോ നമുക്കറിയില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഗ്യാസിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു വിവരവും ജനങ്ങളെ അറിയിക്കില്ല, പാർലമെൻറ്റിൽ പോലും അറിയിക്കില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ ബോംബ് പൊട്ടാൻ പോകുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടാൻ പോകുന്നു എന്ന് അദ്ദേഹം വളരെ മുമ്പേ ഇത് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ അതൊക്കെ കൂട്ടും. ഈ 4 സംസ്ഥാനത്തെ ഇലക്ഷൻ തൽക്കാലം ജയിക്കുക, അത് കഴിഞ്ഞാൽ ജനങ്ങളുടെ മേലെ എല്ലാ ഭാരവും വയ്ക്കുക. ഇത് കേവലം വില വർധനവിൽ മാത്രമല്ല, വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിനും ഇത് കാരണമാവും. കാരണം മൂല്യം കുറയില്ലേ, മൊത്തം രൂപയുടെ മൂല്യം കുറയുകയാണ്. അന്താരാഷ്ട്ര തലത്തിലും രൂപയുടെ മൂല്യം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതം വലിയ തോതിലുള്ള ദുരന്തമാക്കാനുള്ള ഒരു നടപടി ഇതിലൂടെ ഉണ്ടായി. എന്നിട്ട് അത് ഇലക്ഷൻ കഴിയുന്നവർ മാറ്റും. സത്യസന്ധമാണെങ്കിൽ ഇലക്ഷൻ കാലത്ത് കൊടുത്താൽ കുഴപ്പം, ഞങ്ങളിത് കൊണ്ടുവരാൻ പോവുകയാണ്, ഞങ്ങൾ ചാർജ് കൂട്ടാൻ പോവുകയാണ് എന്ന് സത്യസന്ധമായി പറഞ്ഞ് ആ കാലത്ത് കൂട്ടി. അതാണല്ലോ സുതാര്യമായൊരു ഭരണം എന്ന് പറയുന്നത്. ഇവർക്ക് അങ്ങനെയില്ല. ഗിമ്മിക്സുകളാണ്, ഇലക്ഷൻ ഗിമ്മിക്സ് കാട്ടി ഈ പറഞ്ഞതുപോലെ വൻകിട കോർപ്പറേറ്റുകളുടെ ലാഭം ഉറപ്പാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് വലിയ ഭാരമാവുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അല്ല, ആദ്യം സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനെന്തായിരിക്കും BJP സർക്കാർ ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും പുറത്തു വന്നില്ല. അതിനു മുന്നേ തന്നെ വില വർധനവ് അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ മറ്റു വസ്തുക്കൾക്ക് വില വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ BJP അധികാരത്തിൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ, ഈ 4 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അധികാരത്തിൽ വന്നാൽ എന്ത് ന്യായമായിരിക്കും പറയാനാവുക? അവരൊരു ന്യായവും പറയില്ല. അതാണല്ലോ BJPയുടെ ഏറ്റവും വലിയ ഗുണം. ലോജിക്കലായി ഒരു ചോദ്യത്തിന് മറുപടി പറയില്ല. നമ്മൾ ചോദ്യം ചോദിച്ചാൽ അതിന് ഇല്ലോജിക്കലായിട്ടുള്ള മറുപടി പറയും. ഒരു പക്ഷേ നിങ്ങൾ പാകിസ്ഥാൻ ഏജൻ്റാണോ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഏജൻ്റാണോ, നിങ്ങൾ തീവ്രവാദിയാണോ എന്നാണ് അതിനുള്ള മറുപടി. ചോദ്യത്തിനുള്ള മറുപടിയില്ല.
എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇലക്ഷൻ ടെക്നിക്കാണ്. സാധാരണ വർത്തമാനത്തിൽ അവർ പറയും ഞങ്ങൾ അങ്ങനെയാണ്, ഇലക്ഷൻ ഞങ്ങൾ തട്ടിപ്പ് നടത്തും, ജനങ്ങൾ സഹിക്കും എന്ന് പറയും. കാരണം അവർക്ക് ജയിക്കാൻ ഈ വിലയല്ല, അവർക്ക് വർഗീയതയും മറ്റ് വഴി വേണം അവർ ജയിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് കൊടുത്തുന്നോ അല്ലെങ്കിൽ പെട്രോൾ കൊടുത്തു എന്നുള്ളതല്ല. ഇപ്പോൾ ഡീസലിൻ്റെ വില കൂടിയാൽ നമ്മളെല്ലാത്തിനും വില കൂടാൻ പോവാണ്. ഡീസലിൻ്റെ വില കൂടിയപ്പോൾ ആസാമിലും ഇപ്പോൾ BJP വരുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആസാമിലും കൂടില്ലേ? ആസാമിലും കൂടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാകാതിരിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. മറച്ചു പിടിക്കുക ഈ വിഷയം. എന്നിട്ട് വർഗീയതയും മറ്റ് സാധനങ്ങളും SIR-ഉം പാകിസ്ഥാൻ ബംഗ്ലാദേശി പൗരനും ബംഗ്ലാദേശി മുസ്ലിം എന്നൊക്കെ പറയുകയും അത്തരത്തിലുള്ള നെഗറ്റീവ് ടാക്ടിക്സ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കും. എന്നിട്ട് ജനങ്ങളുടെ മേൽ ഭാരം കൊണ്ടുവരും. ഒരു വിശദീകരണം അവർ നൽകില്ല. അവരാകെ പറയാൻ പോണത് അവിടെ വില കൂടി, റോഡിന് വില കൂടി, രൂപയുടെ വില കുറഞ്ഞു എന്നുള്ള മാത്രമാണ്.